അൽ ഹഖ് യൻതിഖു അലാ ലിസാനി ഉമർ ഉദ്നു മിന്നി യാ ഉമർ അൻത മിന്നി യാ ഉമർ വഅന മിൻക യാ ഉമർ ലാ നബിയ ബഅദി. എനിക്ക് ശേഷം ഒരു നബി വരാനില്ല. അങ്ങനെ വരുമായിരുന്നെങ്കിൽ കാന ഉമർ, അത് ഉമറാകുമായിരുന്നേനെ എന്ന്. ഇത്ര ശക്തനായ ഭൗതികന്മാരെ വരെ എഴുതി വെച്ചിട്ടുണ്ട്. എ സിംഗിൾ സ്പിരിച്വൽ ഡൊമിനിയൻ ആൻഡ് 20 ഫിസിക്കൽ കിങ്ഡംസ് ആൻഡ് 20 ഫിസിക്കൽ കിങ്ഡംസ്. 20 ഭൗതിക രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ആത്മീയ ലോകമായി ഭരിച്ച ചക്രവർത്തി, ദാറ്റ് ഈസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. 20 രാജ്യങ്ങളെ, നമ്മൾ ഇന്ന് പറയുന്ന ഇറാൻ, നമ്മൾ ഇന്ന് പറയുന്ന ഇറാഖ്, നമ്മൾ ഇന്ന് പറയുന്ന ഷാം, നമ്മൾ ഇന്ന് പറയുന്ന സിറിയ, നമ്മൾ ഇന്ന് പറയുന്ന സൗദി അറേബ്യ, നമ്മൾ ഇന്ന് പറയുന്ന അതിന്റെ അയൽനാട്ടിൽ എത്രയൊക്കെ രാജ്യമുണ്ടോ, ഈ 20 രാജ്യങ്ങളെ ഒന്നിച്ചു ഭരിച്ച ആദ്യത്തെ ഇസ്ലാമിക ചക്രവർത്തിയുടെ പേരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഒരു രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ അവസ്ഥ എന്തായിരിക്കും? പക്ഷേ 20 രാജ്യങ്ങൾ ഒന്നിച്ചു ഭരിക്കാൻ ദ ഗ്രേറ്റ് ലീഡർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ, പ്രവാചകന്മാരെ കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ തലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരാളെ ഈ മനുഷ്യരാശിയിലുള്ളൂ. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയേക്കാൾ മുകളിലാണ്, അതല്ലാന്നല്ല. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ 2.5 വർഷം മാത്രമേ ഭരിക്കാൻ പറ്റിയിട്ടുള്ളൂ. വിശ്വാസം വഫാത്തായി 2.5 വർഷം മാത്രം. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഭരിച്ചത് 10 വർഷവും 6 മാസവും 10 ദിവസവുമാണ്. 10.5 വർഷം ഭരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങുകയാണ്. ഹിദ്മത്ത് അതാ നിങ്ങൾ ആലോചിക്കണ്ടേ. ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ആരാ ഇറങ്ങുന്നത്? വെറുതൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇക്കണ്ട മുഴുവൻ രാജ്യങ്ങളുടെ ചക്രവർത്തി വേഷപ്രച്ഛന്നനായിട്ട് ഇറങ്ങുക. എന്നിട്ടിങ്ങനെ മെല്ലെ ഒരു വീടിൻ്റെ അരികിലെത്തുന്നു. ഹസ്രത്ത് തൽഹ റളിയല്ലാഹു തആല അൻഹു കൂടെ കൂടുന്നു. അറിഞ്ഞുകൊണ്ടല്ല, എവിടേക്കാണ് ഖലീഫ പോകുന്നതെന്ന് അറിയണം. ഈ നട്ടപ്പാതിര നേരത്ത്, ഈ നിലാവിൻ്റെ ചെറിയ വെട്ടത്ത് എങ്ങട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോണത് എന്നൊന്നറിയണം എനിക്ക്. തൽഹ ഒന്നല്ലുള്ളത് കേട്ടോ. നിങ്ങളിങ്ങനെ ബദർ പാട്ടുകാരി ഇങ്ങനെ പോകുന്നല്ലാതെ തൽഹ കുറേ ഉണ്ട് എന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് പാട്ടുകാരുള്ളൊരു സാധനമാക്കി മാറ്റിയതാ പ്രശ്നം. അപ്പൊ ഈ ഒരു തൽഹ റളിയല്ലാഹു തആല അൻഹു പിന്നാലെ കൂടി അങ്ങനെ ഒരു വീടിന്റെ മുമ്പിലെത്തുന്നു. മുമ്പിലെത്തിയിട്ട് മെല്ലെ ഉമർ റളിയല്ലാഹു തആല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നു. എന്നിട്ട് മെല്ലെ അകത്തേക്ക് കയറുന്നു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു. തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ചില ആശങ്കകളും ചില രീതിശാസ്ത്രങ്ങളും ഒക്കെ ഉടലെടുത്തു. അമീറുൽ മുഅ്മിനീനെ കുറിച്ചിട്ട് ചെറിയ ചിന്താ വൈകല്യം പോലും എനിക്കുണ്ടായി. അങ്ങനെ അദ്ദേഹം നടന്നു നീങ്ങിയപ്പോൾ ഞാൻ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞാൻ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് മെല്ലെ നോക്കുമ്പോൾ കിളവിയായ ഒരു സ്ത്രീ കിടക്കുന്നു. 100-ലേറെ വയസ്സുള്ള ഒരു സ്ത്രീ. അവർക്ക് എഴുന്നേൽക്കാൻ പോലും കഴിവില്ല. അങ്ങനെ മെല്ലെ പോയിട്ട് ഞാൻ അവരുടെ അരികിലെത്തിയപ്പോൾ, നീ വീണ്ടും വന്നോ എന്നൊരു ചോദ്യം. നീ വീണ്ടും വന്നോ എന്ന് ചോദിച്ചപ്പോൾ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ വേറെ ആളാണ്, ആ ആള് വന്നു പോയി എന്ന്. അങ്ങനെ പറയാം. എന്തിനാ അദ്ദേഹം ഇവിടെ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറയാണ്, ഇടയ്ക്കിടയ്ക്ക് വരും, എൻ്റെ വസ്ത്രങ്ങൾ കഴുകിത്തരും, എന്നെ കുളിപ്പിച്ചു തരും, എനിക്ക് റൊട്ടിക്കഷ്ണം എൻ്റെ വായിൽ വെച്ചു തരും. ഇതൊക്കെ ഞാൻ കിടന്നിട്ടാ ചെയ്യുക. പക്ഷെ ഞാനിതൊക്കെ ചെയ്യുമ്പോഴും ഈ രാജ്യത്തിനൊരു ഭരണാധികാരി ഉണ്ടല്ലോ, ആ ഭരണാധികാരി ഇതൊന്നും അറിയുന്നില്ല എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തൽഹ റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. തൽഹ റളിയല്ലാഹു തആല പറയാണ്, അപ്പൊ നിങ്ങളോട് ആരായി വരുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലേ? ഇല്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഏതോ ഒരു വഴിപോക്കനെ പോലെ കടന്നു വരും, ഇടക്കിടക്കെൻ്റെ വസ്ത്രം കഴുകിത്തരും, എന്നെ കുളിപ്പിച്ചു തരും. അതൊക്കെ ചെയ്യുന്നത് അതാണ് നമ്മുടെ ഖലീഫ എന്ന് തൽഹ റളിയല്ലാഹു തആല പറയുമ്പോൾ ഈ സ്ത്രീ പോലും പൊട്ടിക്കരയുകയാണ്. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു തആല ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആല പറഞ്ഞത്, ഇന്നത്തെ ദിവസത്തിൽ എത്രയെത്ര യതീം മക്കളാണ് കാത്തിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഇന്നത്തെ ദിവസത്തിൽ എത്രയെത്ര വിധവകളാണ് കാത്തിരിക്കുന്നത് എനിക്കറിയില്ല. കാരണം സ്വകാര്യതയിൽ ഇത് മുഴുവൻ ചെയ്യലായിരുന്നു ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആലയുടെ രീതിശാസ്ത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഇഖ്ലാസിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ കർമ്മങ്ങൾ നിരന്തരമായി നമ്മുടെ മനസ്സിൽ ഏറ്റെടുക്കാൻ നമുക്ക് പറ്റുക.